ഞാനിന്നൊരു സാധാരണക്കാരൻ്റെ ശബ്ദമായിട്ടാണ് വന്നുള്ളത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകം നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, കുവൈത്തിൽ ഫാമിലി വിസയുടെ കാര്യത്തിൽ ഒരുപാട് ഇളവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഒരുപാട് ആളുകൾക്ക് അനുഗ്രഹമാണെങ്കിലും ഒരുപാട് ആളുകൾ ഇത് ബാധിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം സാലറി ഒരു പ്രോബ്ലം ആണെന്നും പറഞ്ഞിട്ട് ഫാമിലീനെ കൊണ്ടുവരാത്ത ഒരുപാട് പ്രവാസികളുണ്ട്. അവരെ കുറ്റപ്പെടുത്തലിട്ട ഇത് സത്യത്തിൽ അവരുടെ ഒരു നിസ്സഹായകാവസ്ഥയാണ്. കാര്യം പ്രവാസിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം, അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഫാമിലിയുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. പറ്റുകയാണെങ്കിൽ അവരെ ഒന്ന് കൊണ്ടുവരിക, ഇവിടേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക, ഈ ജീവിതം അവരൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതൊക്കെ ഓരോ പ്രവാസിയുടെയും ആഗ്രഹങ്ങളാണ്. ഇത് നടക്കാതെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ നിസ്സഹായകാവസ്ഥയാണ്. അത് മനസ്സിലാക്കുക. ഒരു ഫാമിലി ഇവിടെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ ചിലവൊന്നുമല്ല. ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ് വേണം, അതിന് തന്നെ വേണം ഏകദേശം 1 ലക്ഷം രൂപയുടെ മേലേക്ക് നോക്കിയാൽ മതി. ഗ്രോസറി ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട് അതും വേണം, വലിയൊരു ചിലവാണ്. ഫുഡൊക്കെ നമ്മൾ ഇവിടെ വെച്ച് കുക്ക് ചെയ്ത് കഴിക്കുമോ? ചുറ്റേക്ക് ഇറങ്ങാനൊക്കെ പോകുമ്പോൾ നമ്മൾ മിക്കവാറും അവിടെ കാണുന്ന ഏറ്റവും നല്ല ഫുഡുകളിൽ അവിടുത്തെ സ്പെഷ്യൽ ഫുഡുകളൊക്കെ കഴിക്കാൻ ശ്രമിക്കും. ട്രാൻസ്പോർട്ടേഷൻ, വണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ടാക്സിയുടെ പൈസ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ്, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലഗേജും കെട്ടാനുണ്ട്. ലഗേജൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഇവിടെ വർഷത്തിൽ പോണവരനെ ഒരു ലഗേജ് ഫില്ല് ചെയ്യാൻ വേണ്ടി കിട്ടുന്നൊരു പാട് എന്ന് പറഞ്ഞാൽ ചില്ലറല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് നമ്മൾ മനസ്സിലാക്കുക. പ്രവാസികളുടെ ഭാര്യമാർ പ്രത്യേകിച്ച് ഇത് പറയാനുള്ളൊരു കാര്യം അവരുടെയൊക്കെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ ബന്ധുക്കളോടൊക്കെയാണ്. ചില ആളുകളൊക്കെ വന്നിട്ട് പ്രവാസികളുടെ ഭാര്യമാരോട് ചോദിക്കും, എടി ചേച്ചി പോണില്ലേ, ഓനോടൊന്ന് കൊണ്ടുപോകാൻ പറഞ്ഞൂടെ, മതി കാശുണ്ടാക്കിയത്, ഒന്നങ്ങോട്ട് പോയിക്കൂടെ, എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്? ഇതൊരു അവസ്ഥയാണ്, ഒരു സാധാരണ പ്രവാസിയുടെ അവസ്ഥയാണ്. അതിനെ നിങ്ങൾ ബഹുമാനിക്കുക. അങ്ങനെയുള്ള ചോദ്യം ചോദിച്ചിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ട്? ആ പാവം പ്രവാസി ഭാര്യമാരെ ട്രിഗർ ചെയ്തിട്ട് എന്താ കിട്ടാനുള്ളത്? അവരുടെ അടുത്ത് കാശില്ലാണ്ടാണ്. കാശുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരുടെയും ആഗ്രഹം സ്വന്തം കുടുംബത്തിനെ കൊണ്ടുവരണം, കുടുംബത്തുമായി ഒത്ത് ജീവിക്കണം, അവർ കുട്ടികളുമായിട്ടൊപ്പം ജീവിക്കണം, കുട്ടികളുടെ ഓമന മുഹൂർത്തത്തിൽ പങ്കെടുക്കണം, അത് ആസ്വദിക്കണം. ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ഇത് സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥയാണ്. അപ്പോൾ ദയവ് ചെയ്ത് അതിനൊന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ ഉള്ളൊരു പക്വത കാണിക്കുക. ഇത് കാണുന്ന പ്രവാസി സുഹൃത്തുക്കളുടെ ഭാര്യമാരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, ദയവ് ചെയ്ത് നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളെ നോക്കിയിട്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളെ നോക്കി, നിങ്ങളുടെ കുടുംബക്കാരെ നോക്കി അവർ പോയി ഇവർ പോയി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്താതിരിക്കുക. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് വരാനും ഇവിടുത്തെ ജീവിതങ്ങൾ മനസ്സിലാക്കാനും ഇതൊക്കെ അനുഭവിക്കാനൊക്കെ ഉള്ള ഭാഗ്യം നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ബായ്.